കഴിഞ്ഞ ദിവസം വിവേകാനന്ദ എന്ന പടം കണ്ടായിരുന്നു. കണ്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ സാറിന് 100ാമത്തെ പടമല്ലേ കണ്ടു. എങ്ങനെയുണ്ട് പടം? പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തം എന്ന് പറഞ്ഞൊരു ഫാമിലി റൊമാൻറ്റിക് കോമഡി ത്രില്ലർ സിനിമയാണ്. ഒരു കുടുംബജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അതിസാഹസികമായിട്ടുള്ള ബെഡ്റൂമിൽ സംഭവിച്ചു പോകുന്ന ഭാര്യ ഭർത്താവ് ജീവിതത്തിന്റെ ബന്ധങ്ങളും കാമുകമായിട്ടുള്ള ബന്ധങ്ങളും അവിഹിതങ്ങളും എല്ലാം കാണിക്കുന്ന മികച്ചൊരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. വിവേകാനന്ദ വൈറലാണ്. നമ്മള് ലവ് എന്ന സിനിമയെ കണ്ടിട്ടുണ്ടാവും, ഷൈൻ ടോം ചാക്കോന്റെ വയലൻസ്. അപ്പോൾ ഇതിൽ വയലൻസ് എന്ന് പറഞ്ഞാൽ സെക്സ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞവർക്ക് ധൈര്യമായിട്ടും കാണാൻ പറ്റുന്നൊരു ഷൈൻ ടോം ചാക്കോന്റെ എന്റർടൈനിങ് പ്ലസ് വയലൻസ് ഓറിയന്റഡ് സിനിമയാണ്. ഫാമിലി ത്രില്ലറാണ്. അപ്പോൾ സ്വസ്തികയും ഗ്രേസ് ആന്റണിയും പിന്നെ നമ്മുടെ മെറീന മൈക്കിളൊക്കെ മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ശക്തീകരണമായിട്ടുള്ള പെർഫോമൻസ് ആണ്. സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ പറയാം, സ്ത്രീ ചങ്ങല എന്നൊക്കെ പറയാം ഈ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. പടത്തിന്റെ പേര് പോലെ തന്നെ പടം വൈറലാവണോ? പടത്തിന്റെ പേര് സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീ പോരാട്ടത്തിന്റെ വിജയഗാഥയാണ് സിനിമ സൂചിപ്പിക്കുന്നത്. അവസാനം സ്ത്രീകൾ പോരാടി പുരുഷനെ ജയിക്കുന്നതാണ് സിനിമ കാണിക്കുന്നത്. പുരുഷനെ മലർത്തിയടിക്കും സ്ത്രീകൾ. ഇപ്പൊ പടം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് ഇന്നലെയാണ് പടം ഇറങ്ങിയത്. അപ്പൊ എങ്ങനെയുണ്ട് ആൾക്കാരുടെ റെസ്പോൺസ്? തിയേറ്ററിൽ ഹൗസ്ഫുൾ ആണ്. ടിക്കറ്റ് കിട്ടാനില്ലെന്നാണ് പറയുന്നത്. ഷൈൻ ചേട്ടനെ കാണാനായിട്ട് കൊതിയാണ്. സാസികയുടെ അഭിനയം എങ്ങനെയുണ്ട്? സാസിക നമ്മുടെ ചതുരത്തിന് ശേഷം ഒരു ഗംഭീര നിറഞ്ഞൊരു എക്സ്പ്ലോഷൻ സീക്വൻസ് ഒക്കെ മികച്ചാണ്. ഷൈൻ ടോം ചാക്കോയുടെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻട്രോയ് പോലെ തന്നെ ഷൈൻ ടോം ചാക്കോയുടെ സിനിമയും വൈറലാണ് അത്യാവശ്യം. പിന്നെ ആരൊക്കെ ഉണ്ട് അതിനകത്ത്? പിന്നെ ജോണി ആന്റണി സാറുണ്ട്, മാലാ പാർവതി മഠമുണ്ട്, അച്ഛനമ്മയായിട്ട്. അവരുടെ പെർഫോമൻസ് ഒക്കെ മികച്ചാണ്. നാളുകൾക്ക് ശേഷമല്ലേ കമൽ സാറ് തിരിച്ചു വന്നേക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? കമൽ സാറ് ഞാൻ നേരിട്ട് കണ്ടതാണ്. സാറ് എന്നോട് കൺഗ്രാറ്റ്സ് ചെയ്യാൻ പറഞ്ഞു, പടം കൊള്ളാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പടത്തിന്റെ ഡയറക്ഷൻ പറ്റി പറഞ്ഞ വ്യത്യസ്ത ഡയറക്ഷനാണ്. സാധാരണ ഒരു ഇങ്ങനത്തെ ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമകൾ ആദ്യമായിട്ടാണ് കമൽ സാറിന്റെ കയ്യിൽ നിന്ന് കണ്ടിരിക്കുന്നത്. പണ്ടത്തെ സിനിമകൾ പേരവർക്കുള്ള പടത്തിന് കമൽ സാറിന്റെ പടം. പക്ഷെ ഇത് വ്യത്യസ്തം ഒരു ഫാമിലി ത്രില്ലറാണ് കമൽ സാർ ഒരുക്കിയിരിക്കും. കമൽ സാറിന് കയ്യടി അർഹിക്കുന്നു. കാരണം മികച്ച രീതിയിലാണ് സ്ക്രിപ്റ്റും കഥയൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മികച്ചൊരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റാണ് വിവേകാനന്ദ വൈറലാണ്. അപ്പോൾ ഷൈൻ ടോം ചാക്കോ സാറിന്റെ നമ്മൾ സിനിമ തുടങ്ങിയാണ് നമ്മുടെ കമൽ സാറ് നമ്മുടെ ഷൈൻ ടോം ചാക്കോ സാറിനെ കൊണ്ടുവന്നപ്പോൾ ഈ പടവും വൈറലാണ്. അപ്പോൾ കാണാൻ ശ്രമിക്കുക, എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.